അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിൽ എത്തിക്കാമെന്നതിൻ്റെ പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ? ഒരു ഉറുപ്പ്യ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് പിരിവ് അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്? ഒരു ഉറുപ്പ്യ ഞാൻ ആരുടെ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, ഈശ്വർ മാൽപ്പെ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ ഇതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസാണ് കേസ് എടുത്തത്. ഇപ്പം ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലത് എനിക്ക്. എന്നാൽ പിന്നെ സുഖമായിന് പോരേനല്ലോ എടുത്തു എന്തേ ഇവർ നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ എന്നെ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ സ്വന്തം അനിയനാണ്. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാണ്. നമ്മളെ ഫാദറും മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്ക് ആർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ഉണ്ട്. എൻ്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ളതല്ല, ഇതാരും കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാനിപ്പോ എന്തിന് സാമ്പത്തിക ഓഫർ? ഒരാളും പിരിച്ചതായിട്ട് എന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ലോറിക്ക് അർജുന്റെ പേരിടരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിടും. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആർക്കും ഇന്റെ ലോറി സാരില്ല. അർജുൻ തന്നെ പേരിടും. അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന് വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പോൾ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ നിന്ന് ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാവരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കണം. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് നിങ്ങൾക്കെതിരെ? എന്തായിരിക്കും അതിന് കാരണം എന്നാണ് കരുതുന്നത്? അത്തരത്തിലൊരു ആരോപണമായി കുടുംബ രംഗത്ത് വരുന്ന കാരണം എന്താണ് നിങ്ങൾ കരുതുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ. എന്താ അങ്ങനെ പറയണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല.